ഹായ്, ശകലം ബിരിയാണി വെക്കാൻ നോക്കുന്നുണ്ട് പുറപ്പാടില്ല കേട്ടോ. അപ്പം എനിക്ക് ഇങ്ങനെ വലിയ ഇതിലൊന്നും ബിരിയാണി വെക്കണമെന്ന് അറിയത്തില്ല. ഞാൻ കുറച്ച് വെള്ളം അടുപ്പിൽ വെച്ചു. ഇത് ഞാൻ അടുപ്പിൽ വെള്ളം വെച്ചിട്ട് അതിനകത്ത് കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം, പെരുംജീരകം ഇതെല്ലാം കൂടി ഞാൻ ചതച്ചിട്ടിട്ട് ഉപ്പും ഇട്ടു. എന്നിട്ട് ഞാൻ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പം അരി കഴുകി അതിലിട്ടു. ഇപ്പോഴത്തേക്ക് അരി വെന്തോണ്ടിരിക്കുന്നു. പിന്നെ ഇതിപ്പോൾ ഞാൻ ഇച്ചിരി സവോള വറുക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒന്ന് ഭംഗിക്കിടാൻ വേണ്ടി വറുക്കാനായിട്ട് വെച്ചതാണ് ഈ സവോള. അപ്പം ബീഫ് കറി വെക്കാം എന്നോർത്തോണ്ടാണ് ബീഫ് ബിരിയാണി വെക്കണം എന്നാണ് പറഞ്ഞത്. എനിക്ക് അങ്ങനെ വെക്കാൻ അറിയത്തില്ല. കറി സെപ്പറേറ്റ് വെക്കും. ഇതുണ്ടോ, സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, തക്കാളിയുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയുണ്ട്, പച്ചമുളകുമുണ്ട്, പിന്നെ കുറച്ച് നെയ്യുണ്ട്, ഡാൽഡയുണ്ട്. നമുക്ക് അരി വേവായോ നോക്കട്ടോ. കളറൊന്നും ചേർക്കുന്നില്ല. ഇപ്പം കളർ ചേർത്തുള്ളയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ വേണ്ട നമ്മുടെ സവോള ഗോൾഡൻ ബ്രൗൺ കളറായി കേട്ടോ. ഇനി അത് നമുക്ക് ഒരു മാറ്റാം. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു. ആ ഉള്ളി വഴറ്റിയ ഇതിനകത്തോട്ട് തന്നെ എണ്ണ ഒഴിച്ചു. ഇത് കടു പൊടിച്ചോ, ഞാൻ അതിനകത്തോട്ട് വറുത്തെടുക്കാം. കടുകിടും. കുറച്ച് നേരത്തേനും പാറുവിനെ ഏൽപ്പിച്ചു. കടുക് പൊട്ടി സവോള വഴറ്റാനിട്ടു. ഞങ്ങൾ വലിയ ഇതിലൊന്നുമില്ല, സാധാ കറി അല്ലേ. ഞങ്ങൾ സാധാരണ വീട്ടിൽ വെക്കുന്ന പോലുള്ള കറി. ബീഫ് ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരുമിച്ചിട്ട് വെക്കുമ്പോൾ എൻ്റെ കൊച്ചിന് കണ്ണമോൻ അങ്ങനെ കൂട്ടുമൊന്നുമില്ല. ബീഫ് അധികമൊന്നും, ചിക്കനൊക്കെയാണ്. ഒരാളുടെ അവിടെ ബീഫ് കഴുകിക്കൊണ്ട് നിൽക്കുന്നു. ഇങ്ങോട്ട് കാണിച്ച മുഖം. ഞങ്ങൾ പിണങ്ങി നിൽക്കുകയാണ്, വഴക്കുണ്ടാക്കി പിണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് നോക്കാൻ പറഞ്ഞിട്ട് ആൾ വിളിച്ചിട്ട് പോയത്. ഇത് ബിരിയാണിക്കകത്തിടാനുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും. പിന്നെ അതിനിടയ്ക്ക് രാവിലെ പയറുമെഴുക്കോട്ട് വെച്ചത് ചൂടാക്കായിരുന്നു. രണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളി എല്ലാം കൂടി കിടന്ന് വളരട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 തേങ്ങ കാണിക്കരുത് കേട്ടോ. ഒരു 2 തേങ്ങ എടുത്തോണ്ടിട്ടിരിക്കുന്നു. തേങ്ങ എടുത്ത് കൂടിയപ്പം ഞാൻ വഴക്കുണ്ടാക്കി. തേങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്. ബിരിയാണിക്ക് വെക്കുന്ന ചിക്കൻ കറി അല്ല, ബിരിയാണി വെക്കുന്ന കറിക്ക് തേങ്ങാക്കൊത്തിൻ്റെ ആവശ്യമില്ല. എന്നോട് ഇച്ചിരി പൂളി എടുത്തിട്ട് ദേഷ്യപ്പെട്ട് തെങ്ങിപ്പോയാണ് കണ്ടത് ദേശം. അപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ തക്കാളി എല്ലാം കൂടി ഒന്ന് ഇതാവും. കണ്ടോ, നമ്മൾ ബിരിയാണിക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് അതെന്നാ പണിയാണപ്പാ. കണ്ടോ, എല്ലാവരും ഇങ്ങനെ കണ്ടോ. അതിനടിക്കല്ലേ, കണ്ടോ, ഞാൻ മുമ്പേ കാണിച്ചതല്ലേ. കണ്ടോ എന്തോ പറഞ്ഞു നോക്കിയാൽ. ചുങ്കുരു മാണിക്ക. നമ്മുടെ റൈസ് കണ്ടോ എന്തോ അത് ഊറ്റി വെച്ചു. പൊന്നുണ്ണി പയ്യെ ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കുക. നൈസായിട്ട് വന്നിട്ട് അണ്ടിപ്പരിപ്പ് എടുത്തതാന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് കൂടിയിരിക്കുക അല്ലേ പൊന്നുണ്ണി. നമ്മൾ എന്നാ ഉണ്ടാക്കുക? പൊന്നുണ്ണിക്ക് ഏറ്റവും ഇഷ്ടം എന്നതാ? ബിസ്ക്കറ്റോ? ദൈവമേ, നീ പറഞ്ഞിട്ടാണോ ഇപ്പൊ ബിരിയാണി ഉണ്ടാക്കുന്നത്? പൊന്നുണ്ണിക്ക് ബിരിയാണി ഇഷ്ടമാണോ? പൊന്നുണ്ണിക്ക് ബിരിയാണി തിന്നാൻ വേണ്ടിയല്ലേ ഉണ്ടാക്കണേ? അല്ലേ? ദുഷ്ടൻ ഇവനുണ്ടല്ലോ. നാനാനി വേണം എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കിയിട്ടാണ്. പിന്നെ നീ ഇതിനൊക്കെ പറയുന്നത്. വേണ്ടത് ഞങ്ങള് കൈമാറി, മൈക്ക് കൈമാറെന്ന് പറഞ്ഞാൽ തവി കൈമാറി. പൊന്നുണ്ണി താടി വന്നു. എല്ലാവരും പറഞ്ഞ ഗൈസ് ഞങ്ങള് പറഞ്ഞേ
പറഞ്ഞേ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നേ. ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കാനാ. എന്നതാ പോടാ. ഞങ്ങൾ അതെ, ഞങ്ങൾക്ക് കാശ്മീരി ചില്ലി ഇല്ല കേട്ടോ, സാധാ മുളക് പൊടിയാണ്. ഇവിടെ എല്ലാവർക്കും എരി വേണം. മുളക് പൊടി ചൂടിട്ടോ. ഓക്കെ, മല്ലിപ്പൊടി. കഴിഞ്ഞ ദിവസമൊക്കെ മീൻകറിയൊക്കെ വെച്ചിട്ട് ഭയങ്കര എരിവായിരുന്നു. ഞങ്ങൾ ഈ ഇടയ്ക്ക് എരി കൂടുതലാണ്. മല്ലിപ്പൊടി കൂടുതൽ കേട്ടോ. 3 4 ഇച്ചിരി മതി കേട്ടോ. ഓക്കെ, ഇനി മീറ്റ് മസാലപ്പൊടിയും കൂടി. മീറ്റ് മസാല ഞങ്ങൾക്കൊന്നും അളവൊന്നുമില്ല, ആവശ്യത്തിനുള്ള മതി. ഇനി അതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി നല്ല പോലെ ഗ്രേവി മൂത്ത് വരുന്നത് പോലെ നല്ല പോലെ ഇളക്കണം. എന്നിട്ട് ഞങ്ങൾ എന്നെ ഇടും, ബീഫ് ഇടും. ഞാൻ ബീഫ് കഴുകി വാരി വെച്ചിട്ടുണ്ട്. അതിപ്പോൾ വേണ്ട നല്ല പോലെ മൂത്ത് വരുന്നു, എണ്ണ തെളിയുന്നോടും വരുന്നു. ഇപ്പം വേണ്ട ഗ്രേവി നല്ലപോലെ മൂത്തു. ഇനി ഞങ്ങളിത് കുക്കറിനകത്തോട്ട് മാറ്റാവുന്നു. അപ്പം വേണ്ട അരപ്പ് ബീഫിനകത്തോട്ടിടുന്നു. എല്ലാവരും ഓർക്കും എന്നാൽ കുക്കറിനകത്ത് വെക്കുന്നതിൽ എളുപ്പം, കുക്കറിനകത്ത് അരപ്പൊക്കെ വഴറ്റിയിട്ട് വെക്കുന്നതിൽ എളുപ്പമെന്ന് ഓർക്കും. ഇതാണൊരു ഇത്. ഞാൻ ഇങ്ങനെയാണ് വെക്കണത്. ഇനി ഇടയ്ക്ക് അങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. ഇനി അരപ്പൊക്കെ നല്ല പോലെ ഒന്ന് ഇളക്കി. കാണത്തില്ലേ ഗൈസ്, ഒന്ന് കാണിച്ചിരിക്കുന്നു. ഇളക്കിക്കാം. ഇത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് കുക്കർ അടച്ച് നമുക്ക് ഒരു 5-6 വിസിൽ വരുന്നോണ്ടും വരെ അടുപ്പ് വെക്കാം. അതുകൊണ്ട് ഉരുളിക്കകത്ത് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് മതി. ചിലപ്പോൾ ഇവന്മാരൊക്കെ ഒത്തിരി നേടി രുചിയുടെ കഴിക്കാനും മടിയായിരിക്കും. ഉരുകട്ടെ എല്ലാം കൂടെ ഇടുവാണോ? അപ്പം നെയ്യൊക്കെ ഉരുകി അതിന് അണ്ടിപ്പരിപ്പ് ആദ്യം ഇടാം. ഉണ്ടോ ഞങ്ങളുടെ അണ്ടിപ്പരിപ്പിൻ്റെ അളവ് കുറഞ്ഞ ഉണ്ടോ ഗൈസ്? കണ്ടോ? ഇതാരാ തിന്ന് തീർത്തേ? പൊന്നുണ്ണി അപ്പേ തീർത്തു. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് കിസ്മിസും കൂടി ഇടാം. എന്നാ അത് ഇടാനായില്ല, ഈ ഉപ്പ് ഇടില്ലേ? അമ്പത്തി ഇടിയിക്കാം. കണ്ടോ, ഒരുത്തൻ തന്നെ ഇടാൻ റെഡി ആയിട്ടിരിക്കട്ടോ. ഇത് കിസ്മിസും കൂടി ഇട്ട് ഇളക്കി ചെറിയൊരു വലിയ വിശാലമായിട്ടൊന്നും അല്ലാതെ ചെറിയൊരു ബിരിയാണി അല്ലേ? ബിരിയാണി എന്ന് പേര്, എല്ലാവരും ബിരിയാണി ഇങ്ങനെ ആയിരിക്കും എല്ലാവർക്കും വെക്കണേ. ഞങ്ങൾ ബിരിയാണി എന്ന് പേരാണ്. ബിരിയാണി ഉണ്ടാക്കുക കണ്ടോ? കണ്ടോ നമ്മുടെ കണ്ടോ മുന്തിരിയൊക്കെ വീർത്ത് വരുന്നുണ്ടോ? ഉണ്ടോ? കണ്ടോ കിസ്മിസൊക്കെ വീർത്ത് വരുന്നുണ്ടോ? കണ്ടോ? ഇനി നമുക്ക് ഇതിനകത്തോട്ട് റൈസ് അങ്ങ് ഇടാം. അപ്പം വേണ്ട റൈസും അതിനകത്തോട്ട് അങ്ങോട്ട് ഇടുവാണേ. നല്ല അരിയായിരുന്നു കേട്ടോ, നല്ല അരിയായിരുന്നു. റൈസും കൂടി ഇട്ടു. നമുക്ക് ഇച്ചിരി ആ വാനില ഒന്ന് പൊട്ടിച്ചേച്ച് കുറച്ച് വെച്ചാൽ മതി കേട്ടോ, പിരിഞ്ഞു പോകും. ഒഴിച്ചു, ശകലം കൂടി ഒഴിച്ചേ. ഒഴിച്ചു. അപ്പോൾ കുറച്ച് വാനില എസൻസും. ഇനി നമ്മൾ ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് മറ്റുള്ളവരൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പൈനാപ്പിൾ എസൻസ്, കാരണം ബിരിയാണി വെച്ചിട്ടുണ്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി പൈനാപ്പിൾ എസൻസ് അതും മതി 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 ഒഴിച്ചിട്ട് ഒന്ന് ശക്കലം കൂടി ഒഴിച്ചു. ഒരടുപ്പ് മൊത്തം വേണ്ടിട്ട് കുറച്ച് മതി 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 മതി. ഇനി ഒന്ന് ഇളക്കിയെടുത്തു. എന്നിട്ട് ചിലപ്പോൾ എസൻസ് കൂടിപ്പോയി കഴിയുമ്പോഴത്തേക്കും ഒരു വേറൊരു ഭയങ്കരമായിട്ട് അതിൻ്റെ ഫ്ലേവർ വന്നാൽ നമുക്ക് കഴിക്കാനൊരു
നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇല്ല രുചിയത്. വേണ്ട നമ്മുടെ ബിരിയാണി റെഡി. ഇനി അതിട്ടോ ഇതിൻ്റെ മേലിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സബോള. കണ്ടോ സബോള? അയ്യോ എന്നാടി കണ്ടോ? അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി. കണ്ടോ ഗൈസ് എന്ന് പറഞ്ഞേ പൊന്നുണ്ണിയുടെ ബിരിയാണി. ആ പൊന്നുണ്ണി ഉണ്ടാക്കിയ ബിരിയാണി അല്ലേ? സൂപ്പർ അല്ലേ ചേച്ചേ? പാറു ഉണ്ടാക്കിയ ബിരിയാണിയാ സൂപ്പർ. എൻ്റെ കുഞ്ഞ് സത്യം പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ക്രെഡിറ്റ് ഒന്നും വേണ്ട അല്ലേ? പാറു ഉണ്ടാക്കിയ ബിരിയാണി അല്ലേ? സൂപ്പർ അല്ലേ ചേച്ചേ? ഇവിടെ നോക്ക് സൂപ്പർ അല്ലേ ചേച്ചേ? കാണാൻ നമുക്ക് കഴിച്ച് നോക്കാവേ. ഒരു ഇച്ചിരി കുഞ്ഞിൻ്റെ വായിലോട്ട് കൊടുത്തേക്ക്. ആ നല്ലാണോ? നല്ലാണോ? സൂപ്പറാണോ? സൂപ്പറാന്ന് പറഞ്ഞേ. ആ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അല്ലെങ്കിൽ ഇവൻ ഞങ്ങളെ ആക്ഷേപിക്കും എന്തെങ്കിലും ഉണ്ടായി കഴിയുമ്പോൾ. എന്തെങ്കിലും നമ്മൾ വലിയ കാര്യത്തിൽ ഉണ്ടായി കഴിയുമ്പോൾ. എനിക്ക് ഇഷ്ടപ്പെട്ടോ? വേണോ? ബീഫായിട്ട് മതിയോ? ഞങ്ങൾ കടയിൽ പോയപ്പം എന്നെ മേടിച്ചേ ഐസ്ക്രീമൊക്കെ മേടിപ്പിച്ചു. അത് വേറെ. ആ ഇത് എന്നെ മേടിച്ചേ വാച്ച്. എന്തിനീ വാച്ച് മേടിച്ചേ? എന്നാ മറ്റേത് തീർന്നു പോയോ? മറ്റേ വാച്ച് എത്ര വാച്ചുണ്ട് ഇവിടെ പൊന്നുണ്ണിക്ക് ഇതുപോലത്തെ? അല്ല ഇതുപോലത്തെ എത്ര വാച്ചുണ്ട് പൊന്നുണ്ണിക്ക്? പൊന്നുണ്ണിക്ക് ഇതുപോലത്തെ എത്ര വാച്ചുണ്ട്? ആ കണ്ടോ പൊന്നുണ്ണിക്ക് ഇതുപോലത്തെ എത്ര വാച്ചുണ്ട് പൊന്നുണ്ണി? 4 വാച്ചുണ്ടോ? 4 വാച്ചുണ്ടോ? ആ കുഞ്ഞ് കൈ പിടിച്ചോളൂ. നീ കെട്ടിയൊന്നും കൊടുക്കണ്ട. ആ കെട്ടി കൊടുക്കണ്ട. പൊന്നിന് കൈ വെച്ചോളും. ഓ ഓ അപ്പം നമ്മുടെ വിസിലടിക്കുന്നുണ്ട് നമ്മുടെ ബീഫ് ഇരുന്ന. അതേണ്ട ബിരിയാണി റെഡി. എന്താ കുറച്ച് ബിരിയാണി, സൈഡിലോട്ട് ഇച്ചിരി ബീഫ് കറി. ആഹാ നല്ല സൂപ്പർ ബീഫ് കറിയാണ്. എന്താ കണ്ടോ? നല്ല ബീഫ് കറിയും ഞങ്ങളുടെ ബിരിയാണി റെഡി. ഇന്ന് വൈകിട്ടത്തെ ഞങ്ങളുടെ ഭക്ഷണം ബീഫ്. എൻ്റെ പൊന്നിനെ എടുത്ത് തരാം. എൻ്റെ പൊന്നിൻ്റെ പ്ലേറ്റിനകത്ത് എടുത്തു തരൂ ഞാൻ. ആഹാ ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്ത് തരാം. പൊന്നുണ്ണിയുടെ പ്ലേറ്റിന് ഉണ്ടോ? പൊന്നുണ്ണിക്ക് വേണ്ട ഞങ്ങളിതേ ബിരിയാണി എടുത്തിട്ടോ. പൊന്നുണ്ണിക്ക് ഉള്ളിയൊന്നും വേണ്ട. അപ്പം പൊന്നുണ്ണിക്ക് വേണ്ട ബിരിയാണി എടുത്തു. മുളകുണ്ട് മക്കളുണ്ട്. ഈ മുളക് കുഞ്ഞായിക്ക് ബിരിയാണി. ആ ചിക്കൻ വേണോടി കുഞ്ഞിന്. കുഞ്ഞിന് ചിക്കൻ കഷ്ണം എടുക്കട്ടെ കേട്ടോ. ഉണ്ടേ ചിക്കൻ കഷ്ണം എടുക്കുവാണേ. ആ അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ പറഞ്ഞേ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എടുക്കാൻ